സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ റോക്സ് ആണോ അല്ലെങ്കിൽ നമ്മുടെ റോജറാണോ പവർഫുൾ ഹാക്കി യൂസർ എന്നാണ്. ഇപ്പം നമ്മുടെ ഇൻ്റർനെറ്റിൽ ഒരുപാട് പേര് ഡിബേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ റോജറാണ് സ്ട്രോങ് ഹാക്കി യൂസർ അല്ലെങ്കിൽ റോക്സ് ആണ്, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇപ്പോൾ 6K പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 6K അടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനധികം പറഞ്ഞു വരിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ പോയേക്കാം. നമ്മൾ ഇതുവരെ വൺ പീസ് കണ്ടത്തിൽ വെച്ച് ഏറ്റവും പവർഫുൾ ഹാക്കി നമ്മുടെ ജോയ് ബോയുടേതാണ്. നമ്മൾ ഏകിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ ജോയ് ബോയുടെ ഹാക്കി കാരണം നമ്മുടെ ഇമൂസാമ തൻ്റെ നീസിലേക്ക് വരികയും അതുപോലെ തന്നെ നമ്മുടെ ഗോറോസയൊക്കെ പേടിച്ച് തൻ്റെ കാസിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ഹാക്കി എന്ന് പറയുന്നത് നമ്മുടെ ജോയ് ബോയുടെ തന്നെയാണ്. പിന്നെ നമ്മുടെ ജോയ് ബോയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ളൊരു ഹാക്കി കണ്ടത് നമ്മുടെ ഷാങ്ക്സിൻ്റെതാണ്. നമുക്കറിയാം ഷാങ്ക്സാണ് ഇപ്പോഴുള്ള ജനറേഷനിൽ ഏറ്റവും പവർഫുൾ ഹാക്കി യൂസർ എന്ന്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മുടെ റോക്സിൻ്റെയും നമ്മുടെ റോജറിൻ്റെയും കാര്യമാണ്. കാരണം ഇവരുടെ ഏരിയയിൽ ഒരുപാട് പവർഫുൾ യൂസേഴ്സ് ഉണ്ടെങ്കിലും ഹാക്കിൻ്റെ എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരുമായിരിക്കും ടോപ്പ് യൂസേഴ്സ് എന്ന്. എന്നിരുന്നാലും ഇവരിൽ ഏറ്റവും പവർഫുൾ ആരായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇവർ രണ്ടുപേരുടെ ഹാക്കി എത്രമാത്രം പവർഫുൾ ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെന്ന്. കാരണം നമ്മൾ ഇതുവരെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നൊരു സീന് നമ്മൾ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഫൈറ്റോ അല്ലെങ്കിൽ ഇവർ ആരുടെയെങ്കിലും കൂടുതൽ ടൈം ഫൈറ്റ് ചെയ്യുന്നതോ നമുക്ക് കാണാൻ കഴിയണം. പക്ഷേങ്കിൽ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പം നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ റോക്സും റോജറും നമ്മൾ ക്ലാഷ് ചെയ്യുന്നത് നമുക്ക് ഒരു പക്ഷേ കാണാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവും ഇവരിൽ ആരാണ് സ്ട്രോങ്ങസ്റ്റ് ഹാക്കി യൂസർ എന്ന്. പക്ഷേങ്കിൽ അതിപ്പോൾ ഇറങ്ങുന്നത് വരെ കാത്തിരിക്കണ്ടേ, അതുവരെ നമുക്ക് കാത്തിരിക്കാനും പറ്റില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ വാനുവിൽ നമ്മുടെ കായ്ഡോ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കായ്ഡോ പറയുന്നത് നമ്മുടെ വേൾഡ് കോങ്കർ ചെയ്യണമെങ്കിൽ ഹാക്കിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന്. കായ്ഡോ അങ്ങനെ തന്നെ പറയാൻ പോലും കായ്ഡോ യൂസ് ചെയ്യുന്നത് നമ്മുടെ റോജറിൻ്റെ പേരാണ്, നമ്മുടെ റോക്സിൻ്റെ പേരല്ല. അതിനർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കായ്ഡോ കണ്ടത് നമ്മുടെ റോജറിനെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹാക്കി യൂസറായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ റോക്സിനെക്കാട്ടും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഹാക്കി യൂസർ നമ്മുടെ റോജർ തന്നെയായിരിക്കും എന്നാണ് ഞാനിങ്ങനെ പറയാൻ കാരണം. നമ്മുടെ റോക്സ് ഒന്നുമില്ലെങ്കിലും ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ കൂടിയാണ്. അതുകൊണ്ട് അത്രയും പീക്ക് ലെവലിലുള്ള ഹാക്കി നമ്മളെ റോക്സിന് കൊടുക്കാൻ ചാൻസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ ഓവർ പവേർഡ് ആയിപ്പോയി, ഇപ്പം തന്നെ ഓവർ പവേർഡ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ റോജർ തന്നെയായിരിക്കും റോക്സിനെക്കാട്ടും ബെസ്റ്റ് ഹാക്കി യൂസർ എന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഓക്കെ, ബൈ.